അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൂൽ പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആണല്ലോ അല്ലേ നൂൽ പൊറോട്ട. വീട്ടിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണേ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് 4 കപ്പ് മൈദക്ക് നമ്മൾ സാധാരണ ഒരു മുട്ട എടുക്കുക. ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ച് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഈ പഞ്ചസാര ഈ മുട്ടൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മുടെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് അതും നമ്മുടെ ഈ മുട്ടൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ. അതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഈ ഉപ്പ് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ മൈദയിലൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ പാലിൻ്റെ മിക്സിങ് ഉണ്ടല്ലോ അത് നമ്മുടെ ഈ മൈദയിലൊഴിച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഒരു ഡോ ആക്കി എടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ 1/2 കപ്പ് പാൽ 1/4 കപ്പ് പാൽ ഈ ഒരു മുട്ടയും മതിയോ ഈ മൈദ കുഴക്കാനെന്ന്? പോരാ. അപ്പം നമ്മൾ എന്താക്കണം, ബാക്കിക്ക് സാധാരണ നമ്മൾ പച്ചവെള്ളം ഉണ്ടല്ലോ അതുപയോഗിച്ചിട്ടാണ് ബാക്കി കുഴക്കേണ്ടത്. അപ്പോൾ 1/4 കപ്പ് പാലും ഒരു മുട്ടയും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ച് അതിനെ കൊണ്ട് കുഴച്ചിട്ട് ബാക്കിക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കുക. നമ്മൾ ഈ ടേബിൾ ടോപ്പിലിട്ടിട്ട് നല്ല അടിച്ചിട്ട് വേണം ഇതിനെ സോഫ്റ്റ് ആക്കാൻ. അപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു 8 ബോൾ ഉണ്ടാക്കാൻ പോവാണ്. ഒരു മീഡിയം സൈസ്, അധികം വലുതുമല്ല നന്നായി ചെറുതുമല്ലാത്ത ഒരു 8 ബോൾ എനിക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 8 ബോളാക്കിയിട്ട് എടുത്തിട്ട് ഇനി നമ്മൾ ഈ ബോളിനെ എന്താക്കണം, നന്നായിട്ട് എണ്ണയിൽ, അതായത് നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതിനെ ഒരു മണിക്കൂർ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ പൊറോട്ടയ്ക്ക് വീശുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കിട്ടാൻ. പിന്നെ അതിൻ്റെ ഒരു ഈസി പൊറോട്ട ഉണ്ട്. അതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്കൊരു 10-50 പൊറോട്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഇതുപോലെ തന്നെ വീശിയെടുക്കാനൊക്കെ പറ്റും, പക്ഷെ അത് എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. പക്ഷേ നമ്മൾ ഈ നൂൽ പൊറോട്ട ചെയ്യുമ്പം നമ്മൾ പണ്ട് ചെയ്യുന്ന ആ പ്രോസസ്സിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് ആ ഒരു നൂൽ പൊറോട്ടയ്ക്ക് സോഫ്റ്റ് ഉണ്ടാവും. ഈസി പൊറോട്ടയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിടാം. അപ്പം ഞാനതിൻ്റെ എണ്ണയിലെല്ലാം ഡിപ്പ് ചെയ്തിട്ട് ഒരു മണിക്കൂറിനായി ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമ്മളിതിനെ നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ അടിക്കണം. ആദ്യം കുറച്ച് എണ്ണ ടേബിൾ ടോപ്പിൽ തടവിയിട്ട് നമ്മുടെ കൈപ്പത്തിക്കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിനെ വീശുക. അപ്പോൾ വീശാൻ അറിയാത്തവർക്ക് ഇത് നല്ല നൈസായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. കാരണം ഇത് നല്ലോണം പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. അപ്പം നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റും അങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാനക്ക് വീശാൻ അറിയുന്നതുകൊണ്ട് ഞാൻ വീശിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താക്കണം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഇതൊരു കട്ടറാണ് കേട്ടോ. ഇതിപ്പോൾ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കുവൈറ്റിൽ നിന്ന് കൊണ്ടുത്തന്ന ഈ പിന്നെ നമ്മുടെ മല്ലിയിലൊക്കെ കട്ട് ചെയ്യാനുള്ള കട്ടർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുത്തന്ന. പക്ഷേ എനിക്ക് അതിനെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അതിങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് വലിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് ഉപയോഗിക്കുന്ന സമയത്താണ് എനിക്കിതിൻ്റെ ഓർമ്മ വന്നത്. അപ്പം മുതൽ ഞാൻ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ എനിക്കൊരു നല്ല ഈസി ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് വീഡിയോകളിലൊക്കെ ഈ ഒരു കട്ടർ വെച്ചിട്ട് ചെയ്യുന്നതും കണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഉപയോഗിക്കാതെ ഇങ്ങനെ മൂലക്ക് വെച്ച് ഒരു ഇത് എടുത്തോ, നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മുടെ ആ പൊറോട്ടൻ്റെ മാവിൽ നമ്മൾ ആദ്യം കുറച്ച് നല്ലോണം എണ്ണ തടവി എന്നിട്ട് നമ്മൾ മൈദ തൂവിയിട്ട് നമ്മുടെ ഈ കട്ടർ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നല്ല അടുത്തടുത്തായിട്ടുള്ള നല്ല നേരിയതായിട്ടുള്ള കട്ടിങ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ കട്ടറില്ല, നിങ്ങൾ ടെൻഷൻ ആണ്ട കത്തി വെച്ചിട്ട് ചെയ്യാം. ഫോർക്ക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ മുള്ള് സ്പൂണിൻ്റെ ആ വിടവുണ്ടല്ലോ അത് കറക്റ്റാണ്, അത് വെച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാം. പിന്നെ പിസ്സ കട്ടറിനെ കൊണ്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ നൂല് പോലെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് നമുക്കൊരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായി കേട്ടായി എനിക്ക് കട്ടർ. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു അരമണിക്കൂറും കൂടെ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ല ലെയറൊക്കെ കിട്ടാൻ. അപ്പോഴത്തന്നെ ചെയ്താലും കിട്ടുമായിരിക്കും. പിന്നെ അതില്ലേ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നി, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ വെച്ച് കേട്ടോ. ഇതേപോലെ എല്ലാ സംഭവങ്ങളും കണ്ട നല്ല ലെയർ കണ്ട നിങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തു.
അതിന് നമ്മൾ പിന്നെ ഇത് ഞാനൊരിക്കലും പറയില്ല ഇത് നല്ല ഹെൽത്തി ഫുഡാണെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗീയും ഓയിലും നമ്മൾ സാധാരണ പൊറോട്ട ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓയിലും ഗീയും ഇതിനാവശ്യമാണ്. അതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും കഴിക്കാമെന്നല്ല, പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല നൂഡിൽസ് പോലെയുണ്ട് ഇത് കഴിക്കുമ്പോൾ, എന്തോ ഒരു ടേസ്റ്റ് തന്നെ. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് നിങ്ങളോട് എപ്പോഴും ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്രയും ഗീയും ഓയിലും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞ സാധനം ഒരു ഹെൽത്തി ഫുഡല്ലല്ലോ. ഇനി എത്ര ഹെൽത്തി ഫുഡല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആക്കാൻ നമ്മളെ ദേശീയ ഭക്ഷണം പൊറോട്ട തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പൊറോട്ട എല്ലാം വീശി നല്ല റോൾ ചെയ്തിട്ട് ഇനി ഒരു അരമണിക്കൂർ ഞാനിത് വെക്കാൻ പോവുകയാണ്. ഇനി അതിന് ശേഷം എനിക്ക് 8 പൊറോട്ടയും എനിക്ക് വേണ്ട, നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പം ഞാനൊരു 4 പൊറോട്ട പിന്നെ ചുട്ടെടുക്കാനും 4 പൊറോട്ട ഞാൻ ഒന്ന് ഫ്രോസൺ ആക്കാനും വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്താക്കി, പിന്നെ ഇത് നല്ല നമ്മളിപ്പോൾ സാധാരണ പൊറോട്ട നല്ല നൈസായിട്ടാണ് പരത്താൻ, അപ്പോഴാണ് പൊറോട്ട നന്നാവാൻ. പക്ഷേ ഈ പൊറോട്ട അങ്ങനെയല്ല, കുറച്ച് തടി വേണം. നമ്മുടെ കൈപ്പിള്ളയിൽ ഒരു നല്ല ഒരു ഒത്ത തടിയിൽ വേണം പരത്തിയെടുക്കാൻ. നല്ല നേരിയത് പരത്തേ ചെയ്യരുത്. പിന്നെ ഞാൻ പിന്നെ പല വീഡിയോയിലും കണ്ടിന് പരത്തിയിട്ടേ ഇല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് അങ്ങനെയാണ് 1-2 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ശരിക്കും വേവുന്നില്ല. ഇത് ഈ ഒരു മീഡിയം സൈസിൽ പരത്താം, ഒരുപാട് പരത്താൻ പാടില്ല. കുറച്ച് ഓയിലൊക്കെ തടവി, ഇത് സാധാരണ നമ്മൾ പരത്തുമ്പോഴും വീശുമ്പോഴൊക്കെ അതിൻ്റെ അകത്ത് ഗീ മിക്സ് ആക്കേണ്ട, വെറും സൺഫ്ലവർ ഓയിൽ മാത്രം മതി. പിന്നെ ചുടുമ്പോഴാണ് നമ്മൾ ഗീയും ഓയിലും കൂടെ മിക്സ് ആക്കേണ്ടത്. അങ്ങനെ ഞാൻ എന്താക്കി 8 പൊറോട്ടയും പരത്തി എടുക്കാൻ പോവുകയാണ്. അങ്ങനെയെല്ലാം പരത്തി എടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരിക്കലും നല്ല പിന്നെ ഹെൽത്തി ഫുഡല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ചുടാനും, പിന്നെ നമ്മളെ പാർട്ടിക്ക് ചുട്ടാൽ എന്തായാലും നല്ലൊരു അടിപൊളി സംഭവം തന്നെ പാർട്ടിക്കെല്ലാം ചുടാം. പിന്നെ അതുപോലെ പാർട്ടിക്ക് ചുടുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ പണിയും ഒരുങ്ങിയിട്ട് ലാസ്റ്റ് വേണം ഇത് ചുട്ടെടുക്കാൻ. അപ്പം ഇനി ഇതിനെ ഞാനൊരു 4 പൊറോട്ടനെ ഞാനിതിനെ വാട്ടിയെടുക്കാൻ പോവുകയാണ്. വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ തവയിൽ ഗീ ഒന്നും പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ വാട്ടിയെടുക്കാനുള്ള പൊറോട്ട ഡയറക്റ്റ് ഓട്ടിലേക്ക് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് വേവുക, പിന്നെ ഒന്ന് തിരിച്ചിടുക, പിന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഓക്കെ ഒട്ടാകെ 3 തവണ ഇനി നമ്മൾ എടുത്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ വാട്ടി വെച്ച് ഇനി നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുന്ന സമയത്ത് ഓയിലും ഗീയും, ഓയിൽ കുറവും ഗീ കൂടുതലും ആക്കിയിട്ടുള്ള മിക്സിങ്ങിൽ നമ്മുടെ ആദ്യം തവയിൽ നല്ലോണം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇടുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ വീണ്ടും നമ്മൾ ഈ ഗീയും ഓയിലും മിക്സിങ് ഒഴിക്കുക. എന്നിട്ട് തിരിച്ചിടുക. ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. മറിച്ചിടണ്ട, ഒന്ന് വേവുന്നത് വരെ ഇതിനെ കറക്കി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇത് മറിച്ചിടുന്നതിൽ തൊട്ട് മുന്നേ വീണ്ടും നമ്മൾ എന്താക്കണം, ഓയിൽ മിക്സ് ആക്കണം. അപ്പോൾ ഏകദേശം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ആ അടിഭാഗം കൂടെ ഒന്ന് വെന്താൽ, ഈ നമ്മൾ ഫസ്റ്റ് ഇടുന്ന മേൽഭാഗം തന്നെയാണ് അടിക്കുമ്പോൾ മേളിൽ വരേണ്ടത് കേട്ടോ. ഒട്ടാകെ ഒരു 3 പ്രാവശ്യം, അതിൽ കൂടുതൽ മറിച്ചിടണ്ട, 1, 2, 3 പ്രാവശ്യം മറിച്ചിട്ടാൽ മതി. എന്നിട്ട് മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ പൊറോട്ട വെച്ചിട്ട് നമ്മൾ കൈനെ കൊണ്ട് ഒരടി അടിക്കുമ്പോൾ തന്നെ ഇത് ഇതളായിട്ട് വരും. ഒരുപാട് അടിച്ചിട്ട് ഇതിനെ പൊട്ടിക്കണ്ട കേട്ടോ. ഒരു 1-2 അടി അടിക്കുക. നമ്മൾ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള നല്ല നൂല് പോലത്തെ നൂൽ പൊറോട്ട ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നിങ്ങൾ ചുട്ടിട്ടാവുന്നില്ല എന്നൊന്നും ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നിങ്ങൾ ചുട്ടെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക, പിന്നെ പിസ്സ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക, കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുക. അതല്ല ഇതേപോലെ ആരെങ്കിലും എടുത്തെങ്കിൽ ഇങ്ങനെ സ്റ്റോക്ക് വെച്ചിട്ട് സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തോ. അപ്പോൾ നമ്മുടെ നല്ല നൂല് പോലത്തെ നൂൽ പൊറോട്ട ഇവിടെ റെഡിയായി. നല്ല ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം കഴിക്കുക. എന്നിട്ട് നിങ്ങളിതൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. നമ്മളെ കിച്ചണിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല അല്ലേ. അപ്പോൾ എൻ്റെ നൂൽ പൊറോട്ട റെഡിയായി. ഞാനും എൻ്റെ മോളും കഴിക്കാൻ പോകുന്നതാണ്. 4 ചുട്ടിട്ടുള്ളൂ. 4 ഇനി എപ്പോഴാണ് ചൂടാന്നറിയില്ല. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡിയായി കഴിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾ അഭിപ്രായം പറയുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.